എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല പഴുത്ത വരിക്കച്ചക്ക വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് സ്നാക്കാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 10-15 നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ ചുള എടുക്കാം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന്. ഇപ്പോൾ ചക്കയുടെ സീസണും കൂടിയാണല്ലോ. ഇനി നമുക്ക് ഈ ചക്കച്ചുള എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും. ചക്ക ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്ക നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും കഷ്ണമൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ പഞ്ചസാരയുടെ തരി ഒട്ടും ഇല്ലാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായി പാലുമായിട്ട് ഇതേപോലെ മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാനും സ്നാക്കിന് നല്ലൊരു മണം കിട്ടാനും വേണ്ടി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ഒന്ന് അടിച്ചെടുത്ത് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പാലും പഞ്ചസാരയും ചക്കയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ അധികം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസ് ആവാനോ ഒരുപാട് തിക്കാവാനോ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി ഈ ബാറ്റർ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും കുറച്ച് ഓയിൽ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് സ്പൂൺ 2-3 തവണയൊന്ന് മുക്കിയെടുക്കാം. ഇനി സ്പൂണിൽ ഒരു 1/2 സ്പൂണോളം ഓയിൽ കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 20-30 സെക്കൻഡ് നമുക്ക് എണ്ണയിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോഴേക്കും നമ്മൾ കോരി ഒഴിച്ച മാവ് തനിയെ തന്നെ സ്പൂണിൽ നിന്ന് ഇളകി എണ്ണയിലേക്ക് വീഴും. സ്പൂണിൽ കോരി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പിൽ ഈ സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ നമുക്ക് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ചക്ക ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്നാക്കിന് നല്ലൊരു മണമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. സൂപ്പർ സോഫ്റ്റായിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.
വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.